ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% തീരുവ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ന്യൂഡൽഹിയെയും വ്യാപാര പങ്കാളിത്തമുള്ള മോസ്കോയെയും ട്രംപ് വിമർശിച്ചു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ഇടപാടുകളിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നും ഇരുവർക്കും അവരുടെ നിർജ്ജീവമായ സമ്പദ് വ്യവസ്ഥകളെ ഒരുമിച്ച് തകർക്കാൻ കഴിയുമെന്നുമാണ് പരിഹാസരൂപത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. അമേരിക്കയും ഇന്ത്യയും മാസങ്ങളായി ഒരു വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അന്തിമ ധാരണയിലെത്തിയിട്ടില്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം നൽകണമെന്നാണ് ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നത്. പുതുക്കിയ താരിഫ് ട്രംപ് പുറത്തിറക്കി. സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചാലും ഇന്ത്യ 25% തന്നെ തുടരുന്നു. പാകിസ്ഥാന്റെ നിരക്ക് കുറച്ചു. പട്ടികപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% US താരിഫ് നിരക്കിന് വിധേയമാകുമെന്ന് ഉത്തരവിൽ പറയുന്നു. വാഷിംഗ്ടണിൽ വെള്ളിയാഴ്ച വ്യാപാര കരാറിന്റെ അവസാന തീയതിക്ക് മുമ്പ് ഡസൻ കണക്കിന് വ്യാപാര പങ്കാളികൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. US ബിസിനസ്സുകൾക്ക് അനുകൂലമായി ആഗോള വ്യാപാരം പുനർനിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണിത്. 69 വ്യാപാര പങ്കാളികൾക്കായി 10%-ൽ നിന്ന് 41% ഉയർന്ന ഇറക്കുമതി തീരുവ നിരക്കുകൾ 7 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. സിറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങൾക്കും 41%, കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങൾക്കും 35%, ബ്രസീലിന് 50%, ഇന്ത്യക്ക് 25%, തായ്വാന് 20%, സ്വിറ്റ്സർലൻഡിന് 39% തീരുവ ചുമത്തി. അതേസമയം പാകിസ്ഥാൻ ഇറക്കുമതിയുടെ തീരുവ 29%-ൽ നിന്ന് 19%-ആയി കുറച്ചു. മാത്രമല്ല, പാകിസ്ഥാന്റെ എണ്ണപ്പാട ശേഖരങ്ങളുടെ വികസന പദ്ധതികൾക്കായി കരാറിൽ ഒപ്പിട്ടുവെന്നും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങേണ്ട സ്ഥിതി ഉളവാകുമെന്നും ട്രംപ് പറഞ്ഞു. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യക്ക് 25% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഉയർന്ന US തീരുവ ഇന്ത്യ എടുത്തുകാണിക്കുകയാണെന്നും രാഷ്ട്ര താൽപര്യത്തിനായി എല്ലാ നടപടികളും സ്വീകരിക്കും എന്നാണ് ട്രംപിന്റെ ഞെട്ടിപ്പിക്കുന്ന താരിഫ് നടപടിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 25% തീരുവ വളരെ ഗുരുതരമാണെന്നും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തെ അത് തകർക്കുമെന്നും കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞു. അതേസമയം ഇലക്ട്രോണിക്സ്, ഫാർമ, വസ്ത്രങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടിയെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ഇന്ത്യൻ കമ്പനികൾ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.